നമ്മൾ സെക്കൻഡ് പാർട്ടാണിത്. ഇതിൽ ഞാൻ ചെയ്യാൻ പോണത് ഇതിന്റെ മെറ്റീരിയൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ മെറ്റീരിയൽ ടാബ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ മോഡൽ ഇമ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചത് കണ്ടന്റ് ലൈബ്രറിയാണ്. രണ്ടാമത്തെ ഒരു മെറ്റീരിയൽ ടാബിലോട്ട് പോവുക. മെറ്റീരിയൽ ടാബിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഓൾറെഡി സ്കെച്ചപ്പ് എന്നൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് നമുക്കിതിൽ എഡിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ മെറ്റീരിയൽ അപ്ലൈ രണ്ടും ചെയ്യാം. ഞാൻ ആദ്യം ഇതിന് പുതിയ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഇപ്പോൾ നമ്മൾ ഇതിൽ വന്നിട്ട് മെറ്റീരിയൽ വന്നിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ കണ്ട ഇവിടെ നമ്മൾ ഓരോ മെറ്റീരിയലോട്ടും മാറുമ്പോൾ അത് സെലക്ട് ആയി വരുന്നുണ്ട്. ഒരു സെലക്ഷൻ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ലഭിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ വേരിയസ് ഉണ്ട്, ഇൻഡോർ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്. ഇതിപ്പോൾ ഇൻഡോർ ആൻഡ് ഇൻഡോർ മെറ്റീരിയൽസ് ആണ്, ഔട്ട്ഡോർ മെറ്റീരിയൽസ് വേരിയസ് ആണ്. ഇങ്ങനെ നമുക്ക് പിന്നെ ഗ്രാസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ ഫസ്റ്റ് ഗ്രാസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണേ, ഗ്രാസിൽ ഇവിടെ 2D ഗ്രാസ് ഉണ്ട്, നമുക്കിവിടെ 3D ഗ്രാസ് ഉണ്ട്. ഇവിടെ 3D ഗ്രാസ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഗ്രാസ് സെലക്ട് ചെയ്യും. ഇതോ അല്ലെങ്കിൽ ഇതോ നമ്മൾ യൂസ് ചെയ്യും. ഇതൊക്കെ കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് രണ്ടേ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് യൂസ് ചെയ്യണം. ഇപ്പൊ യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നമുക്കിത് ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, നമുക്കിത് അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ വീണ്ടും നമ്മൾ ഈ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിങ്സ് കൂടെ വരും. നമുക്ക് അതിന്റെ ഗ്രാസിന്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ലെങ്ത്, അതുപോലെ തന്നെ അതിന്റെ മാപ്പ് എല്ലാം നമുക്കിങ്ങനെ ഓരോന്ന് നമുക്കിങ്ങനെ മൂവ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. പിന്നെ കളർ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വേണമെങ്കിൽ ലൈറ്റ് ആക്കി വെക്കാം. കളറൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ രീതിയിൽ നിർത്തുകയാണ്. വേറെ ഒന്നും ഞാൻ ഇവിടെ മാറ്റം വരുത്തുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. സേവ് ചേഞ്ചസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് പിന്നെ ഈ ഒരു മെറ്റീരിയലാണ്. ഇത് സെലക്ട് ചെയ്യുക. അത് ഞാൻ ഇവിടെ ഞാൻ നോക്കട്ടെ, ഔട്ട്ഡോറിൽ ഏതെങ്കിലും കോൺക്രീറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ പേവിംഗ് സ്റ്റോൺ കൊടുക്കുക. ഇവിടെ ബ്രിക്ക് ഉണ്ട്, ഇവിടെ കോൺക്രീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഗ്ലാസ്, സ്റ്റോണിൽ വന്നിട്ട് നമുക്ക് ഇവിടെ പേവിംഗ് സ്റ്റോണിൽ കൂടെ കാണാൻ കഴിയുണ്ടോ. ഇങ്ങനത്തെ സ്റ്റോൺ നമുക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ സ്റ്റോൺ കൊടുക്കാം. ഇനി അതിൽ നമ്മളടുത്ത് ഏതെങ്കിലും ഒരു മോഡൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടി ഞാനൊരു പിന്നെ ജസ്റ്റ് ഒരു ഒരു മോഡൽ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിവിടെ വന്നിട്ട് ഒരു മോഡൽ ഒരു പിന്നെ ഡൗൺലോഡ് ചെയ്യണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ടാവും. നോക്കട്ടെ, ഇതിലുണ്ടെങ്കിൽ ഇതിൽ എടുക്കാം. സ്റ്റോണിൽ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലോറിന് ഇങ്ങനത്തെ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഇതൊക്കെ നമ്മൾ ഐഡിയ ആണ്, നമുക്ക് ഏത് വേണമെന്നുള്ളതൊക്കെ. ഞാൻ ഈ ഒരു കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് സീംലെസ് ആണ്. ഇതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു ആർക്കിടെക്ട് ടെക്സ്ചർ ഓർഗ് എന്നുള്ള സൈറ്റിൽ നിന്ന് കിട്ടും. എന്നിപ്പോൾ ഇതിലോട്ട് ചെയ്യാൻ പോകുന്നു. ഫോൾഡർ എല്ലാം സെയിം ഫോൾഡറിലോട്ടാണ് കോപ്പി ചെയ്തത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ ചെയ്താൽ നമ്മൾ വർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് മെറ്റീരിയൽ മിസ് ചെയ്യേണ്ട കാര്യമൊന്നും വരില്ല. വേറെ എന്തെങ്കിലോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാനത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ മാപ്പ് റീപ്ലേസ് ചെയ്യണം. ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത മെറ്റീരിയലാണ്. ഇത് ഇതിൽ എടുത്തതാണ് ഇതിൻ്റെ ലൈബ്രറി. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് കൊണ്ടുവന്ന മാപ്പ് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് സൈസൊക്കെ നമുക്ക് ഇവിടെ ഇതിപ്പോൾ ഒരു റിഫ്ലക്ഷൻ കൂടുതലുണ്ട്. എപ്പോഴും നമ്മൾ റിഫ്ലക്ഷൻ ഇങ്ങനെ കുറച്ച് കൊടുക്കും. ഓക്കെ, ബാക്കി പിന്നെ കാര്യങ്ങളും നമ്മൾ ഇതൊക്കെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ നമ്മളിപ്പോൾ PBR മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുന്ന കേസിൽ, ഹൈ ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുന്ന കേസിൽ അതിന്റെ റിലീഫും അതിനൊരു ബമ്പ് അങ്ങനത്തെ മാപ്പും പിന്നെ അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് മാപ്പൊക്കെ നമുക്ക് ആഡ് ചെയ്ത് പോവാം. ഇവിടെ ഞാൻ ഇപ്പോൾ ഈ ഒരു മാപ്പിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യണ്ട, നമുക്ക് വേണമെങ്കിൽ ഇത് കൂട്ടി കൊടുത്താൽ ക്യാമറയിൽ കാണുന്നുണ്ട്. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ മനസ്സിലാണ്ട്. ഇപ്പൊ ഈ ടെക്സ്ചറിനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്കിവിടെ സ്കെയിലൊക്കെ നമുക്ക് 2.5 ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. മാറ്റി നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഞാൻ ആ ഒരു 2.5 നിർത്താനും 2.5 നിർത്തുന്നു. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ എക്സ് വൈ ഇതായിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് സെന്ററൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ഭാഗം കറക്റ്റ് ഒരു ഹാഫിലോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇങ്ങനെ രണ്ട് സൈഡും ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വൈ ആക്സസ് സെഡ് ആക്സസ് ഒക്കെ മാറ്റാൻ കഴിയും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്നത് വേറെ ഓപ്ഷൻ, നമുക്ക് ഓറിയന്റേഷൻ റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. ഈ രീതിയിലൊക്കെ നമുക്കിങ്ങനെ മാപ്പിന് റൊട്ടേറ്റ് ചെയ്തിടണം. ഇങ്ങനത്തെ രീതിയിലൊക്കെ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കാം, കൊടുത്താലും ഭംഗിയുണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ അത് ഇപ്പോൾ കൊടുക്കണില്ല, 0 കൊടുക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ട്രാൻസ്പെറൻസി നമുക്കൊന്നും ചെയ്യാം. അല്ല അതിൽ പിന്നെ നമ്മൾ വെതറിങ്ങിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ എഡ്ജൊക്കെ ഒന്ന് കുറച്ച് ഇതാക്കിയിടാം. പിന്നെ അതിന്റെ വെതറിങ് ഒന്ന് കൂട്ടി കൊടുക്കാം. വെതറിങ് കൂട്ടി കൊടുത്തണ്ട ഇതിന്റെ ഒരു റഫ്നെസ് നമ്മൾ നാച്ചുറൽ ഫീലിലോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് കൂടുതൽ ഒരു നാച്ചുറൽ ഫീൽഡ് ഒരു ഇത് നമുക്ക് കിട്ടും. ഇതിനകത്ത് ഓക്കെ ചെയ്താൽ ഇതിങ്ങനെ നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ 2 മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് നമ്മൾ പുറത്തുനിന്നൊരു മെറ്റീരിയൽ കൊണ്ടുവരാനുള്ളതും അതേപോലെ തന്നെ നമ്മളെ സിസ്റ്റത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നോക്കി. പിന്നെ നമുക്ക് വേണ്ടത് ഇതിന്റെ പിന്നെ ഈ ഒരു ഫ്ലോറിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. ഫ്ലോർ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഇൻഡോറിൽ വന്നിട്ട് ഇവിടെ ടൈൽ സ്റ്റോണിൽ വന്നിട്ട് ഞാനൊരു ഡാർക്ക് സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഈ ഒരു സ്റ്റോണാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റിഫ്ലക്ഷൻ കൂടിയോണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. വീണ്ടും ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റിഫ്ലക്ടിവിറ്റി ഒന്ന് കുറച്ച് കൊടുത്താൽ ഇത് ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഈ ടൈൽ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത മെറ്റീരിയൽ മാറ്റി കൊടുക്കാം. ഇത് കൊടുക്കുക. ഇത് കൊടുത്തിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഇത് കൊടുക്കാം. നമുക്ക് ഏതാണ് വേണ്ടത് നമ്മോട് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഞാൻ ഈ ഒരു ടൈല് യൂസ് ചെയ്തിട്ട് ഈ ഒരു ടൈലാണ് യൂസ് ചെയ്യുന്നത്. റിഫ്ലക്ടിവിറ്റി ഒന്നുകൂടി കുറച്ച് കൊടുക്കണം. ഇവിടെ റിഫ്ലക്റ്റീവ് മാത്രം കുറച്ച്, വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. ഓക്കെ, അത് എങ്ങനെയാണോ അത് വന്നിട്ടുള്ളത് അതേ മാപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡോറൊന്നും ഞാൻ ഈ മെറ്റീരിയലിനെ ഉപയോഗിക്കുന്നത് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാൻഡേർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് സ്റ്റാൻഡേർഡിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതിന്റെ വെതറിങ് ഒന്ന് ജസ്റ്റ് കൂട്ടി കൊടുക്കണം. അതിന്റെ റിഫ്ലക്ടിവിറ്റി കുറച്ച് കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ വുഡിനും ചെയ്യണം. റിഫ്ലക്ടിവിറ്റി കുറച്ച് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതൊരു മെറ്റീരിയൽ നമ്മളപ്പോൾ ഡോർ ഇപ്പോൾ ഈ വിൻഡോക്ക് മാറ്റി ഇവിടെയൊക്കെ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പിന്നെ ഫ്ലോർ മെറ്റീരിയൽ കൊടുത്ത് ഡോറിന് മെറ്റീരിയൽ കൊടുത്ത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു മെറ്റീരിയൽ ഇതിന്റെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒരു നോക്കേണ്ട ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമുക്ക് മെറ്റൽ ടൈപ്പിൽ സെലക്ട് ചെയ്യാം. മെറ്റലിൽ ഇൻഡോറിലെ മെറ്റൽ എടുത്തിട്ട് ഞാനിവിടെ ഈ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നത് ഫോം ആയിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഗ്ലോസിനെസ് റിഫ്ലക്ടിവിറ്റി കുറച്ചൊന്ന് കുറച്ച് കൊടുക്കും. ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് നമുക്ക് വേണ്ടത് അടുത്ത മെറ്റീരിയൽ നമുക്കിവിടെ ഗ്ലാസ് ചേഞ്ച് ചെയ്യാം. ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ചെയ്യണമെങ്കിൽ നമുക്ക് വാൾ സെലക്ട് ചെയ്യാം. ഈ വാൾ മെറ്റീരിയൽ ഞാൻ വാൾ സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോ ഞാൻ ഇതിലുള്ള വാൾ തന്നെയാണ് ചൂസ് ചെയ്ത് ഇതിലുള്ളൊരു ഈ കളർ തന്നെ കീപ്പ് ചെയ്തിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു നോക്കട്ടെ. നമ്മൾ ഔട്ട്ഡോർ പോയിട്ട് നമുക്ക് പ്ലാസ്റ്ററിങ് ഉണ്ടാവും. പ്ലാസ്റ്ററിങ് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഒരു കുറച്ച് വാൾ ഇവിടെ ഉണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് നമുക്ക് ഏത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു പ്ലാസ്റ്റർ ചെയ്ത രീതിയിൽ അവർ കാണിക്കൽ. നമുക്ക് അതിന്റെ സെറ്റിങ്സ് പോയിട്ട് അതിന്റെ കളർ നമുക്ക് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ച കളർ തന്നെ കൊടുക്കുക. കൊടുത്ത് വൈറ്റ് തന്നെ കൊടുത്തുള്ളത്. ഇതിന്റെ കളറൈസേഷൻ നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കളറിലോട്ട് മാറി. ഓക്കെ, ഇനിയിപ്പോൾ അതിന്റെ ഇത് നമ്മൾ സൂം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് കാണിക്കാണ്ട് നമുക്ക് ഇത് കുറച്ച് കൊടുക്കാം. റിലീഫിലൊന്നും കുറച്ച് കൊടുക്കാം. അപ്പോൾ അത്ര നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതും ഇതിന്റെ റിഫ്ലക്ടിവിറ്റിയും നമുക്ക് വളരെ കുറച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് മാറ്റണം. ഇത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സെയിം കളർ തന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെ ഔട്ട്ഡോർ പോയിട്ട് പ്ലാസ്റ്ററിങ്ങിൽ ഈ ഒരു എക്സ്റ്റീരിയർ വാൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ്. ഇത് വേണ്ട, നമുക്ക് വേറെ ഒന്ന് എടുക്കാം. ഒരു ലൈനൊക്കെ എടുക്കാം. ഓക്കെ, എടുത്തിട്ട് ഞാൻ സെലക്ട് ചെയ്യുക. വീണ്ടും ഇതിൻ്റെ കളറ് ഞാൻ കളറിലൊന്നും ഞാൻ ചേഞ്ച് ഞാൻ എനിക്ക് വേണ്ട കളറ് പിന്നെ മുന്നേ ഞാൻ കൊടുത്ത കളറാണ്. അപ്പോൾ ഇതിൻ്റെ കളറൈസേഷൻ കുറച്ച് കൊടുത്തിട്ട്, സോറി, കളറൈസേഷൻ ഇങ്ങനെ കൊടുത്തിട്ട് എനിക്ക് വേണ്ട കളറിനെ ഞാൻ എന്തെങ്കിലും ഇവിടുന്ന് ചൂസ് ചെയ്തെടുക്കണം. എനിക്ക് ഈ ഒരു കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കളർ നമുക്ക് ഇങ്ങനെ ഒരു ഓക്കെ, ഈ ഒരു കളറിലോട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേണ്ട വേറെ ഒന്ന് റിഫ്ലക്ടിവിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. നമുക്ക് വേണ്ടത് ഈ ഒരു ടൈലാണ്. ഈ ടൈലിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ടൈലിൻ്റെ സെറ്റിങ്സിലോട്ട് പോയിട്ട് സെയിം തന്നെ യൂസ് ചെയ്യണം, മാറ്റം വരുത്തില്ല. അപ്പോൾ എന്ത് സെറ്റിങ്സ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ നമ്മൾ സ്കെച്ചപ്പിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്കെയിലൊന്നും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഓഫ്സെറ്റ് ഒന്നും വർക്ക് ചെയ്യില്ല, അതിൻ്റെ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ മെറ്റീരിയലിനെ നമ്മൾ സ്കെച്ചപ്പിൽ എവിടെയാണത് അവിടുന്ന് സേവ് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും നമുക്ക് ഇവിടുന്ന് റീലോഡ് ചെയ്ത് കൊടുത്താൽ അത് ശരിയാവും. ഞാനത് ചെയ്യില്ല, കാണിച്ചു തരാം എങ്ങനെയാണ്. ഈ ഒരു മെറ്റീരിയലിൻ്റെ അടുത്ത് ഇത് മെറ്റീരിയൽ എനിക്ക് എവിടെയുള്ളതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഇതിൻ്റെ പാത്തൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഇത് പിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് എഡിറ്റിൽ വന്നിട്ട് ഇവിടെ നമുക്കത് മാപ്പ് കിട്ടും. നമ്മൾ മാപ്പ് ഇവിടെ ഉണ്ട്. അഥവാ നമുക്ക് മാപ്പ് കാണുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ആസ് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമുക്ക് മുന്നേ നമ്മൾ മറ്റേ നേരത്തെ മാപ്പൊക്കെ ചെയ്ത മാതിരി ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഈ മെറ്റീരിയലിന് ഉപയോഗിക്കുന്നതൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ വെതറിങ്ങിലൊന്ന് കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. വെതറിങ്ങിൽ മാറ്റം വരുത്താൻ പറ്റും. ഓക്കെ, ഈ ഒരു രീതിയിൽ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കളറൈസേഷൻ ഉണ്ടാകും. ഡാർക്ക് ലൈറ്റ് ഒക്കെ ആക്കാൻ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഇത്രയും മെറ്റീരിയൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേഞ്ചസ് ഒക്കെ സേവ് ചേഞ്ചസ് കൊടുക്കാം. ഓക്കെ, പ്രസ് ചെയ്യാം. ഇനി തൊട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റു മെറ്റീരിയൽ എങ്ങനെ ചെയ്യാൻ നോക്കാം.